ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാർത്തിക പ്രകാശനോട് പറയാണ്, ഞങ്ങളുടെ ആചാരപ്രകാരം കല്യാണ പെണ്ണിനെ കല്യാണ ചെക്കൻ 3 പ്രാവശ്യം വലം വെക്കണം. ഉടൻ തന്നെ പ്രകാശൻ എണീറ്റ് പറയാണ്, അതിനെന്താ അതിനെന്താ, അത് ചെയ്യാലോ. പ്രകാശൻ എണീറ്റ് പെട്ടെന്ന് ചെയ്യുന്നാണ്ട് കാർത്തിക ദേഷ്യത്തോടെ നോക്കുകയാണ്. അതുമാത്രമല്ല കല്യാണിയോ സോണിയും അതായത് കല്യാണിയുടെ അമ്മയും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതായത് ദേഷ്യത്തോടെ നോക്കുക. കിരണൊക്കെ കളിയാക്കി ചിരിച്ചുകൊണ്ട് മണ്ഡപത്തിൻ്റെ അടുത്തോട്ട് വന്ന് നിൽക്കുക. ലക്ഷ്മി സാരി തലപ്പ് മാറ്റിയിട്ട് ശ്രദ്ധിച്ച് നോക്കുകയാണ് ദേഷ്യത്തോടെ. എടോ ബാല, ഇത് ഓരോരുത്തരുടെയും ഭാഗ്യമാ. എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ആ കല്യാണി ഉൾപ്പെടെ എത്ര പേരെനിക്ക് വന്നതാ. എല്ലാം വന്ന പോലെ പോയി, ഒന്നും നടന്നില്ല. അത് കേട്ട് ബാലണം പറയാണ്, അത് ഈ പലിശക്കാരുടെയൊക്കെ കുഴപ്പമാണേ. അവരൊക്കെ ഉണ്ടല്ലോ പെണ്ണിനെയല്ല സ്നേഹിക്കുന്നത്, പണത്തെയാ. അല്ല, ഈ പ്രായത്തിൽ നിങ്ങൾ സ്ത്രീധനം ചോദിച്ചില്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പെണ്ണ് കിട്ടും? അതും ശരിയാ. ഇനിയിപ്പോൾ പണമൊക്കെ എന്ത് ചെയ്യുമോ ആവോ. അത് കേട്ട് ബാലണം പറയാ, അതുകൊണ്ട് 17 ലക്ഷം പോയി കിട്ടിയല്ലോ. എന്തോന്ന് പോയി കിട്ടിയോ? അല്ല, അത് അവന് കൊടുത്തോണ്ട് അത്രയും കുറഞ്ഞു കിട്ടിയല്ലോ. അത് കൊടുത്തെങ്കിൽ അവനത് തിരിച്ചു തരുമല്ലോ. തരും തരും തരും, കാത്തു നിന്നോ. വലം വെച്ചതിന് ശേഷം ഒരു കിണ്ടിയിൽ വെള്ളവുമായിട്ട് വന്നു. ഇനി ഇതാ കാൽ കഴുകൽ ചടങ്ങ്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ കാല് ആ പുരുഷൻ കഴുകണം. കാർത്തിക അത് ശരിക്ക് തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. ഭാര്യയാകാൻ പോകുന്ന പെണ്ണിൻ്റെ കാല് ഭർത്താവാകാൻ പോകുന്ന ചെറുക്കൻ കഴുകണം. അതാണ് ഇനി അടുത്ത ചടങ്ങ്. കിണ്ടിയിൽ നിന്നും വെള്ളം ഒഴിച്ച് കാല് കൈകൊണ്ട് കഴുകി കൊടുക്കുകയാണ് പ്രകാശൻ, അതായത് ലക്ഷ്മിയുടെ. അത് കണ്ട് സോണി കാർത്തികയോട് പറയാണ്, ഈ കാല് കഴുകിയ വെള്ളം അയാളെ കൊണ്ട് കുടിപ്പിക്കേണ്ടതാ. പിന്നെ മുത്തശ്ശി പറയാണ്, മുഹൂർത്തായി, ഇനി താലി കെട്ടാലോ. കാർത്തിക കെട്ടാം. താലി കെട്ടുമ്പോഴെങ്കിലും മുഖം കാണിക്കുമോ? അത് പിന്നെ കാണിക്കാതിരിക്കുമോ മുത്തശ്ശി? കാർത്തിക പറയാ. താലിയെടുത്ത് ആനന്ദത്തോടെ പ്രകാശൻ എല്ലാവർക്കും കാണിച്ചിട്ട് കെട്ടാൻ പോവാണ്. എടാ മകനെ, ഇതങ്ങോട്ട് കെട്ട്, എന്നിട്ട് വേണം കനത്ത മാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. ഇടയ്ക്ക് പ്രകാശൻ പറയാണ്, ഇനിയെങ്കിലും മുഖം കാണിക്കാവോ? മുഖം കാണിക്കാം. താലി കെട്ടാൻ താലിയും അടുത്ത് കൊണ്ട് പോകുമ്പോഴാണ് ലക്ഷ്മി സാരി മെല്ലെ പൊക്കി മുഖം കാണിക്കുന്നത്. ലക്ഷ്മിയുടെ മുഖം കണ്ട് വിക്രമും അമ്മുമ്മയും ഒക്കെ ഞെട്ടുകയാണ്, പ്രകാശനടക്കം. പ്രകാശൻ താലി കൈ പിടിച്ച് വിറക്കുകയാണ്. പ്രകാശനും വിക്രമും അമ്മയും നോക്കുകയാണ് മറ്റേ സ്ത്രീയെ. അപ്പോഴാണ് അവളെ കണ്ടത്, അതായത് കല്യാണിയുടെ അമ്മയാണതെന്ന്. പിന്നെ ലക്ഷ്മി വെച്ച് വെക്കാണ്, കേട്ടടാ താലി. ഒരാളെ മാത്രമല്ല 2 ഭാര്യമാരും ഉണ്ട്. അമ്മുമ്മ നിലവിളിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്. പിന്നെ ലക്ഷ്മി അവിടുന്ന് നേരെ എണീറ്റ് കാർത്തികയുടെ അടുത്തേക്ക് പോയി കാർത്തികയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴാണ് പ്രകാശൻ ആ താലി കയ്യിൽ നിന്ന് ചുരുട്ടി ആ പന്തലിലേക്ക് എറിയാണ്. എന്നിട്ട് കാർത്തികയെ കാണിച്ച് ചോദിക്കുകയാണ്, നിനക്കറിയോ ഇതാരാണെന്ന്? എന്നിട്ട് അമ്മയോടെയായി ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയോ? ഇത്രയും മാസം കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും ഒരു സംശയം പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കല്യാണി പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാത്ത ആളാ. അതുകൊണ്ടാ അരികിലേക്ക് വന്ന സ്വന്തം മോളെ പോലും തിരിച്ചറിയാൻ കഴിയാത്തത്. അന്ന് നീയും ഇവനും കൂടി ഓടയിലെറിഞ്ഞ കുഞ്ഞാടാ ഈ നിൽക്കുന്നത്, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോള്. അപ്പോഴാണ് പലിശ കൊടുത്ത് അയാൾ ചോദിക്കുന്നത്, എടാ ബാല, എന്താ ഇത്? അതന്നെ, വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അതാ ഇപ്പം സംഭവിച്ചത്. സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല. എൻ്റെ വാക്കുകളും എന്ന് വെച്ചാൽ എന്താണെന്നൊക്കെ വഴിയേ മനസ്സിലാവും. ഇത് ചതിയാ അമ്മുമ്മ. അപ്പോൾ കല്യാണി അവളുടെ അമ്മയെ കാണിച്ച് ചോദിക്കുകയാണ്, അപ്പോൾ ഇതോ? ഈ 2 അമ്മമാരും നിങ്ങളുടെ ചതിയിൽപ്പെട്ടവരല്ലേ? കാർത്തിക ശബ്ദം ഉയർത്തി ചോദിക്കുകയാണ്, എന്താടാ ഒന്നും പറയാത്തത്? ലക്ഷ്മി, എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? അല്ലെങ്കിൽ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ, ലോകം പിടിച്ചടക്കിയ മട്ടിലായിരുന്നല്ലോ നടപ്പ്. കല്യാണിയുടെ അമ്മ പറയാ. ഇപ്പോഴെന്താ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? ഇതുപോലൊരു ദിവസം എൻ്റെയും ദീപയുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ലക്ഷ്മി പറയാം. കതിർ മണ്ഡപത്തിൽ അണിഞ്ഞൊരുങ്ങി ഞങ്ങൾ വന്ന് ഇരുന്നിട്ടുണ്ട്. നിന്റെ മുന്നിൽ കഴുത്ത് കാട്ടി തന്നിട്ടുണ്ട്. പെണ്ണിനെ വെറുക്കുന്നവൻ എന്തിനാടാ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത്? അവൻ മാത്രമല്ലല്ലോ, ദേ നിൽക്കുന്ന ഒരുത്തൻ. പ്രകാശൻ ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുക. ഇവൻ എത്ര പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാ? അതുകൊണ്ടാ ലക്ഷ്മി അമ്മ ചോദിച്ചത്, പെൺകുട്ടികളെ വെറുക്കുന്നവൻ എന്തിനാ പെണ്ണ് കെട്ടുന്നതെന്ന്.
മകനെ കൊണ്ട് പെൺകുട്ടികളെ കെട്ടിക്കുന്നത് എന്തിനാണെന്ന്. കല്യാണി അപ്പോൾ പറയാണ്, ആൺകുട്ടികളെ ജനിപ്പിക്കാൻ വിവാഹശേഷം അമ്മമാർ പ്രാർത്ഥിക്കണം, ജനിക്കുന്ന കുഞ്ഞ് ആണാകണേന്ന്, അല്ലെങ്കിൽ ജനിപ്പിച്ചവൻ തന്നെ ആ കുഞ്ഞിൻ്റെ ജീവനെടുക്കും. ലക്ഷ്മി പറയാ, തൻ്റെ ആദ്യ ഭാര്യ ഞാനാ. ഈ നിൽക്കുന്ന എൻ്റെ മോളെ പ്രസവിച്ചപ്പോൾ ഈ നിൽക്കുന്ന രണ്ടുപേരും ചേർന്ന് എൻ്റെ മോളെ ഓടയിലെറിഞ്ഞു പോയതാ. അപ്പോൾ ഗീത പറയാണ്, അവിടുന്ന് നേരെ വന്നത് എന്നെ പെണ്ണ് കാണാനാ. ആദ്യം ജനിച്ച പെൺകുഞ്ഞിനെ നിങ്ങൾ കൊന്നില്ല, എന്നാൽ എൻ്റെ കല്യാണി മോളെ എൻ്റെ വയറ്റിനകത്ത് തന്നെ വെച്ച് കൊല്ലാൻ നോക്കി. ഞാൻ ജനിച്ചതിന് ശേഷം എന്നെയും ചവറ്റുകുനയിൽ എറിഞ്ഞു ഈ മനുഷ്യൻ. ഈ നിൽക്കുന്നവർ അമ്മയും ഉണ്ട് കൂട്ടിന്. എന്നിട്ടും ഞങ്ങളൊക്കെ മരിക്കാതെ ജീവിച്ചത് പെൺമക്കളെ വെറുക്കുന്ന അച്ഛനും മോനും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാൻ വേണ്ടി മാത്രം. അത് ഞങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം. കാർത്തികയുടെ അമ്മയുടെയും ഇയാളുടെയും കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെയും കല്യാണിയുടെയും കമ്പനി പൂട്ടിക്കാനിരുന്നതല്ലേ ഇയാൾ. അതുകൊണ്ട് തന്നെ തന്നെയും ഇവരെയും ഈ നിൽക്കുന്ന തൻ്റെ ജയിൽ പുള്ളിയായ മകനെയും ഞങ്ങളങ്ങ് പൂട്ടിക്കുമായിരുന്നു. തമ്മരി പറയുക, ഇത്രയും ചെയ്താൽ പോരാ നിങ്ങളെ. നിറവയറുമായി നിൽക്കുന്ന ഞാൻ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റിവെച്ച് ഞാൻ ഇന്നത്തെ ദിവസം ഇവിടേക്ക് വന്നത് ഇന്നത്തെ ദിവസത്തിലുള്ള കാഴ്ചകൾ കാണാനാ. 2 അമ്മമാർ, ഞങ്ങൾ 3 പെൺമക്കൾ. ഞങ്ങളാരും നശിച്ചിട്ടില്ല. ഞങ്ങളാരും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിതം മടുത്തു നടക്കുന്നവരുമല്ല, നന്നായി ജീവിക്കുന്നവരാ. എന്നാൽ ഇന്ന് അന്യൻ്റെ കൃപയിൽ മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിക്കുന്ന, അങ്ങനെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത് ഇന്ന് നിങ്ങൾ പൊന്നുപോലെ വളർത്തിയ മോനും നിങ്ങളുമാ. അതെ, നിങ്ങൾക്കിപ്പോൾ എന്നെ ദഹിപ്പിക്കാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഈ നോട്ടത്തിന് മുന്നിൽ ഞാൻ ചൂളിപ്പോവില്ല. അങ്ങനെ ചൂളി നിന്നൊരു കാലം ഉണ്ടായിരുന്നു, വിഷപ്പടക്കി ജീവിച്ചിരുന്നൊരു കാലം. കല്യാണി പറയാം, 1-ാം ക്ലാസ്സിൽ തന്നെ വെച്ച് പഠിപ്പ് നിർത്തി പശുക്കളെ കറന്ന പാലുമായിട്ട് വീടാന്തരം കയറിയിറങ്ങിയ ഒരു കാലം. അന്ന് രാജാവാക്കാനായി നിങ്ങൾ അടക്കിപ്പിടിച്ചിരുന്ന മോനായിപ്പോൾ നിങ്ങൾ നനഞ്ഞ കോഴിയെപ്പോലെ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാനാവാതെ കാഴ്ച കണ്ടു നിൽക്കുന്നത്. പെട്ടെന്നായിരുന്നു വിക്രം, നിർത്തടി. അപ്പോൾ കിരൺ പറയാണ്, എടാ എന്തിനാടാ നിർത്തുന്നത്? കല്യാണി പറയാനുള്ളതൊക്കെ പറയും. ഒരു കോടതിയാ, നിന്നെയും നിൻ്റെ അച്ഛനെയും ഈ കിളവിയൊക്കെ വിസ്തരിക്കുന്ന കോടതി. കാർത്തിക പെട്ടെന്ന് പറയാണ്, ഇവിടെ പറയുന്നതൊക്കെ കേട്ടിട്ട് നീയൊക്കെ പോയാൽ മതി. അപ്പോൾ ലക്ഷ്മി പറയാണ്, പ്രകാശ, നിൻ്റെ പെൺമക്കൾ മാത്രമാണ് ശരി, അവർക്കേ വളർച്ചയുള്ളൂ. ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത ഇവനുണ്ടല്ലോ, നിങ്ങൾക്കൊപ്പം ചേർന്ന് അമ്മയെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന ഇവൻ മാത്രമേ ജീവിതത്തിൽ തോറ്റുപോയിട്ടുള്ളൂ, പരാജയപ്പെട്ടിട്ടുള്ളൂ. കാർത്തികേച്ചിയുടെ അമ്മയെ വിവാഹം കഴിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിച്ചതല്ലേ. ഇനി ഞങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ പോയിട്ട് അവിടുന്ന് ഫോൺ ചെയ്യാം, അവിടുത്തെ ഫോട്ടോസും അയച്ചു തരാം. അത് ഫ്രെയിം ചെയ്ത് നിങ്ങൾ സൂക്ഷിക്ക്, എന്നിട്ടത് ജീവിതകാലം മുഴുവൻ കാണും. എൻ്റെ വീട്ടിലാണ് കുറേ നാൾ മുമ്പ് വരെ എല്ലാവരും താമസിച്ചിരുന്നത്. എൻ്റെ വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. എൻ്റെ ഒപ്പമാണ് അമ്മയും മോനും താമസിച്ചിരുന്നത് എങ്കിൽ പെൺകുഞ്ഞാണെന്ന് സംശയിച്ച് അതിനെ കൊന്നേനെ 2 ആളും കൂടി. വിക്രം പറയാണ്, ഇതൊക്കെ കേട്ടുകൊണ്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, പോകാം നമുക്ക്. അപ്പോൾ കാർത്തിക, പോകുന്നതൊക്കെ ശരി, എൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകരുത്. അവിടെ ഇനി നിങ്ങളും നിങ്ങളുടെ അമ്മയും ഒക്കെ ഒരുക്കിയ മണിയറയുണ്ടല്ലോ, അവിടെ ഇനി ഉറങ്ങാൻ പോകുന്നത് ഞാനും എൻ്റെ അമ്മയുമാണ്. കൊടയിൽ നിന്നും എന്നെ എടുത്ത് വളർത്തി എനിക്കെല്ലാം തന്ന എൻ്റെ അമ്മയും ഞാനും കൂടി. കല്യാണി പറയാണ്, കേട്ടല്ലോ പറഞ്ഞത്, നിങ്ങൾ ലക്ഷ്മി അമ്മയെ വിവാഹം കഴിച്ചതുകൊണ്ട് നേട്ടമുണ്ടായത് ഞങ്ങൾക്കാ. മനസ്സിനകത്ത് നന്മയും സ്നേഹവും ഉള്ള ഒരമ്മയെയും ചേച്ചിയെയും ഞങ്ങൾക്ക് കിട്ടി. നിർത്ത്, വാടാ എന്ന് പറയും പ്രകാശൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയാണ്. കാർത്തികയോട് പറയാണ്, എൻ്റെ മോളെപ്പോലെ കരുതി ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങുമായിരുന്നു. എൻ്റെ രക്തത്തിൽ പിറന്നിട്ട് എന്നെ വഞ്ചിക്കാൻ വന്നതാണ് അല്ലടി. അതെ, പ്രകാശൻ കൊള്ളരുതാത്തവനാ. മക്കളെ പ്രകാശൻ ഇഷ്ടമല്ല. ഇത് പ്രകാശൻ്റെ ന്യായം. പുറകിൽ നിന്ന് ചതിക്കില്ല. പ്രകാശൻ പിന്നെ എങ്ങോട്ടെന്നില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. പിന്നാലെ പലിശയ്ക്ക് കടം കൊടുത്ത അയാളും പോവാണ്. ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിക്ക്. ഇതിനനുസരിച്ച് ആരും അങ്ങനെ പോകുന്നെന്ന് മനസ്സിലായല്ലോ. അപ്പം തന്നെ അമ്മമ്മ പറയാണ്, എന്നാലും മുടിഞ്ഞു പോകത്തേയുള്ളൂ, നശിച്ച് നാറാണക്കല്ലും ആവും. എല്ലാം കഴിഞ്ഞ് 2 പേരും കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയാണ്. അതായത് ലക്ഷ്മിയും ദീപയും. അത് കണ്ട് 3 പെൺമക്കളും ഒരുപോലെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ പ്രകാശനും നെഞ്ചുവേദന വരികയാണ്.
ആ മക്കളെ എന്ന് വിളിച്ച് അമ്മുമ്മ നിലവിളിക്കുകയാണ്. അപ്പോൾ വിക്രം വേക്കനിൽ നിന്നും അച്ഛാ അച്ഛാ, എടാ എൻ്റെ മോനെ വണ്ടിയിലോട്ട് കയറ്റ്. പ്രകാശ, എടാ പ്രകാശ, എന്താടാ ഇത്? പ്രകാശനെ എല്ലാവരും ചേർന്ന് എളുപ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. രാജപ്പണ്ണൻ ബാലനോട് ചോദിക്കുകയാണ്, എടാ ബാല, ഈ പോകുന്ന പോക്കിൽ അവൻ്റെ കാറ്റ് പോവോ? അങ്ങനെയെങ്കിൽ എൻ്റെ പൈസ ആര് തരും? എൻ്റെ 17 ലക്ഷം രൂപ പോയി. ബൈജു വിളിക്കുകയാണ്. അപ്പോൾ രാജപ്പേട്ടാ, സദ്യയൊക്കെ റെഡി, വാ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്. അപ്പോൾ രാജപ്പേട്ടൻ പറയാണ്, നീ പോയിരുന്ന് കഴിക്ക്. നീയും നീ പോയി കഴിക്ക്, ബാലേട്ടനോട് പറയാം. എല്ലാം കഴിഞ്ഞ് കാർത്തിക പറയാണ്, ഇതിലും വലിയൊരു ഷോക്ക് അയാൾക്ക് കിട്ടാനില്ല. മിക്കവാറും ഇന്നത്തോടെ അയാളുടെ ഹൃദയം നിലക്കും. പണി പറയാം, നിലക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. ഈ പ്രായത്തിലും ഭാര്യയും മക്കളെയും ഒക്കെ മറന്നിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കല്ലേ? അങ്ങനെയുള്ളവനൊന്നും ഇനി ജീവിക്കാനേ പാടില്ല. ഞാൻ പറയാണ്, എന്നാൽ നമുക്കിനി കഴിക്കാം, നമ്മുടെ അമ്മമാർക്കൊപ്പം ഇരുന്ന് ആരെയും ഭയക്കാതെ. പ്രകാശനെ ഹോസ്പിറ്റലിലെത്തി സ്ട്രെച്ചറിലാക്കിയിട്ട് ICUയിലേക്ക് കൊണ്ടുപോവാണ്. വിക്രമിനോട് അമ്മൂമ്മ ചോദിക്കുകയാണ്, എടാ എന്തൊക്കെയാടാ ഈ സംഭവിക്കുന്നത്? ഞാൻ ഈ കാണുന്നതെല്ലാം സ്വപ്നമല്ലല്ലോ. അപ്പോൾ വിക്രം പറയാണ്, അകത്തേക്ക് ഇപ്പോൾ ഒരാളെ കൊണ്ടുപോയല്ലോ, പ്രകാശൻ എന്ന് പറയുന്ന ഒരാളെ. മരമണ്ടനായ അയാൾ. നീ എന്തൊക്കെയാടാ വിക്രം ഈ പറയുന്നത്? ഞാൻ പലതവണ പറഞ്ഞതാ, ആ കാർത്തിക എന്ന് പറഞ്ഞ കള്ളി അവരുടെ അമ്മയെ കാണിക്കാതിരുന്നപ്പോഴൊക്കെ ഇതിലെന്തോ ചതിയുണ്ടെന്ന്. ഇത് വല്ലാത്തൊരു കൊലച്ചതിയായിപ്പോയി. എല്ലാവരും ഒത്തുകൊണ്ടുള്ളൊരു നാടകമായിരുന്നു അല്ലേ? അതിനിയും മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ? മുത്തശ്ശി എന്നൊന്നും വേണ്ട മക്കളെ, അമ്മമ്മ എന്ന് വിളിച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ ആണിക്കല്ലുണ്ടല്ലോ ആ കിരണും കല്യാണിയുമാ. 10-12 കോടിയാടാ നീ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തത്. അല്ല, അതിൻ്റെ പകുതി നിനക്ക് തരാമെന്നല്ലേ പറഞ്ഞത്? അതിനി നിനക്ക് തരത്തില്ലയോ? അത് തന്നില്ലെങ്കിൽ അവളെയും അവളുടെ അമ്മയെയും ഞാൻ കുത്തിക്കീറും. അമ്മമ്മ കരയ, അകത്തേക്ക് കൊണ്ടുപോയവനെ ഇനി ജീവനോടെ കിട്ടുമോ എന്നറിയത്തില്ല. അതുപോലെ അവൻ്റെ ചങ്ക് തകർന്നു പോയിട്ടുണ്ട്. പകരട്ടെ, മരിക്കട്ടെ. അമ്മാളിയെപ്പോലെ അച്ഛൻ എന്തിനെങ്ങനെ ജീവിക്കുന്നേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേടാ. അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് കർമ്മം ചെയ്യേണ്ടി വരുന്നത് ഒരു ഗതികേടല്ലേടാ? അതെ, ഗതികേടാ. കുറേ നാളായി ഈ ചതിയും വഞ്ചനയും സഹിക്കാൻ തുടങ്ങിയിട്ട്. എടാ, കഴിഞ്ഞതോരോന്നും ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ മക്കളെ. എന്തെല്ലാം നാടകമാണ് ആ കാർത്തിക എന്ന് പറയുന്നവൾ നടത്തിയത്. ആദ്യ ഭാര്യയുടെയും രണ്ടാമത്തെ ഭാര്യയുടെയും പെൺമക്കൾ ഒന്നിച്ചു നിൽക്കുകയായിരുന്നു ഇന്നത്തെ ഈ ഒറ്റ മുഹൂർത്തത്തിന് വേണ്ടി. ഇതിനിടയിൽ ഇത്രയും ഗ്യാപ്പ് എടുത്തത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അച്ഛനെ വലിയ കടക്കാരനാക്കാൻ. ഇപ്പോൾ 17 ലക്ഷമാണ് ഒരുത്തൻ്റെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. ആ 17 ലക്ഷം ഇപ്പോൾ ബാധ്യതയായില്ലേ? 12 കോടിയുടെ പകുതി കിട്ടിയാൽ അത് നിസ്സാരമായിട്ട് നമ്മൾക്ക് കൊടുത്തു തീർത്തുകൂടെടാ. നമ്മളൊക്കെ ഓരോരോ വേഷം കെട്ടുമ്പോൾ ആസ്വദിക്കുമായിരുന്നു ഓരോരുത്തരും, പ്രത്യേകിച്ച് ആ കിരണും കല്യാണിയും. എടാ, അതിന് നിൻ്റെ അമ്മയും കൂട്ടു നിന്നില്ലേ? ഒന്നുമില്ലെങ്കിലും നീ അവളുടെ മോനല്ലേ? എന്നിട്ട് കണ്ണിച്ചോരയില്ലാതെ അവൾ എല്ലാത്തിനും കൂട്ടുനിന്നില്ലേ? കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയതിൻ്റെ ഷെയർ കിട്ടുവാണെങ്കിൽ ആ ഷെയറിൻ്റെ ഒരു അംശം എടുത്ത് ഇന്ന് ചിരിച്ചവരുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കി ഞാൻ അതിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തിരിക്കും അമ്മൂമ്മേ. അങ്ങനെയുള്ളൊരു തീരുമാനത്തിലാണ് വിക്രം ഉള്ളത്. പ്രകാശനാണെങ്കിൽ ICUയിലാണുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും see you all.